ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്പ്ലൈനിൽ കണ്ടിട്ടുണ്ടാവും വള്ളി കേസ് അല്ലേ? നമ്മൾ കൊളോക്കിയിലേക്ക് പറയില്ലേ, അതാകെ വള്ളിയേട അത്തരത്തിലുള്ള എൻ്റെ ജീവിതത്തിലുണ്ടായ രണ്ട് കേസുകൾ, വള്ളി കേസുകൾ, പ്രശ്നമായ സംഭവങ്ങളാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഇടയിലാണ് എനിക്ക് ലിഗ്മെന്റിന്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. AC ലിഗ്മെന്റിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിപ്പോൾ TV കാണാറില്ലേ, എറണാകുളത്ത് കുട്ടികളെ മറ്റേ മാർക്കറ്റിങ്ങിന്റെ പേരിൽ ഒരുപാട് ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷമല്ല അവിടെ ജോലി ചെയ്യാൻ ഉള്ളതെന്ന് കേട്ടില്ല. അത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ ഞാൻ ഉണ്ടായിരുന്നു. അതിന്നൊക്കെ ഓടിപ്പോന്നതാണ്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് അപ്പൊ എനിക്ക് ആദ്യം പറയാനുള്ളത് AC ലിഗ്മെന്റിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പ്രോപ്പർ വാമപ്പ് ഒന്നും ഇല്ലാതെ ടർഫ് പോയി കളിച്ചു. അതുകൂടാതെ ഞാൻ ഷോപ്പിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ അതും കഴിഞ്ഞ് നമ്മൾ 9 മണിക്കാണ് പോയി കളിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അത്ര നേരം മസിലൊന്നും വീക്കല്ലേ, മസിൽ വീക്കായിരിക്കല്ലേ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അപ്പോൾ നമ്മളൊരു വാമപ്പ് ഒന്നും ഇല്ലാതെ ഒരു സ്പോർട്സിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ടർഫ് ഇന്ന് ഒരുപാട് പേർക്ക് ACL സർജറിയും കാര്യങ്ങളൊക്കെ കോമൺ ആവാൻ കാരണം മെയിൻ ഘടകം ടർഫ് തന്നെയാണ്. അതിൽ വേറെ വ്യത്യാസങ്ങളില്ലാതെ 100% ഉറപ്പാണ്. കാരണം എന്താന്ന് വെച്ചാൽ അതിന്റെ നമ്മൾ ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കുന്ന സർഫേസ് അല്ലേ, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഗ്രിപ്പ് കിട്ടില്ല, പെട്ടെന്ന് കാല് തെന്നാനും മറ്റും ചാൻസ് ഉണ്ട്. അതിന്റെ ആ കാര്യം. പിന്നെ അതുകൂടാതെ മാർക്കറ്റിങ്ങിൽ പോയി പെടുകയും നമ്മൾ അവിടെ ഉണ്ടായിരുന്ന അന്തരീക്ഷങ്ങളൊക്കെ വ്യത്യസ്തമായിരുന്നു. പിന്നെ നമുക്ക് അവിടുന്ന് വീട്ടിലേക്ക് ഒന്ന് വിളിക്കാനോ അത് നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കാനുള്ള ഒരു സൗകര്യം പോലും അവിടെ ചെയ്യില്ല. അപ്പൊ ഞാൻ പറയാനുള്ളത്, നമ്മുടെ ആൾക്കാരോ നമ്മുടെ കുട്ടികളോ എന്തെങ്കിലും ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ അവിടുത്തെ അന്തരീക്ഷം എങ്ങനെ അവർക്ക് പറ്റിയതാണോ എന്നത് നമ്മൾ രക്ഷിതാക്കളോ എല്ലാവരും ഉറപ്പുവരുത്തേണ്ടതാണെന്ന് ഒന്ന് സൂചിപ്പിക്കാനുള്ളത്. കാരണം നമുക്ക് എല്ലാ ഒരു ചിട്ടപ്പെടുത്തിയ ഒരു ചട്ടക്കൂടിനകത്ത് നിന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ടതൊന്നുമല്ല ജോലി. നമ്മളത് ഇഷ്ടപ്പെട്ടുകൊണ്ട് നമുക്ക് എല്ലാ രീതിയിലുള്ള മനുഷ്യാവകാശങ്ങളും എല്ലാം ലഭിച്ചുകൊണ്ട് വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ജോലി. അതിനാൽ അതിന്റെ ആ കാര്യങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിക്കാനാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയുടെ ഉദ്ദേശം. 2022 ആ സമയത്താണ് എൻ്റെ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാ ഒരു മിഡിൽ ആയിട്ടുള്ള ഒരു കുടുംബ പശ്ചാത്തലമുള്ള ആൾക്കാരൊക്കെ, എല്ലാ കുട്ടികളും 21 വയസ്സാണ് ഇപ്പൊ എനിക്ക്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, കുടുംബത്തിന്റെ അവസ്ഥയും എല്ലാം കൊണ്ട് എല്ലാവരും ഒന്ന് സ്തംഭിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. അതിന്റെ രക്ഷമായിട്ട് നമ്മൾ ഡിഗ്രി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഉടനെ കമ്പ്യൂട്ടർ കോഴ്സിന് പോയി. എന്തെങ്കിലും ചെയ്യണമല്ലോ, ആൾക്കാർ ചോദിച്ചാൽ പറയണ്ടേ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ കമ്പ്യൂട്ടർ കോഴ്സിന് പോകുന്നു. പിന്നെ നമ്മൾ അവിടെയും ഇവിടെയൊക്കെ ഇന്റർവ്യൂവിനും കണ്ടിനൊക്കെ പോകും. എന്തെങ്കിലും കിട്ടുക വെച്ചാൽ രക്ഷപ്പെട്ടാലോ വെച്ചിട്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ അങ്ങനെ ഒരു വഴിയിൽ അതിന്റെ ഇടയിലാണ് എനിക്കിപ്പോ ലിഗ്മെന്റിന്റെ പ്രശ്നം ഉണ്ടായത്. എന്ന് വെച്ചാൽ 2022 സെപ്റ്റംബർ ആ സമയങ്ങളിലാണ് ഈ പ്രശ്നം ഉണ്ടായത്. അപ്പൊ അതിനുശേഷം ഞാൻ പിന്നീട് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് അതെനിക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ മാർക്കറ്റിംഗിൽ അസിസ്റ്റന്റ് മാനേജറാണ് പറഞ്ഞിട്ട് കൊച്ചിയിലായിരുന്നു പോസ്റ്റിങ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞാൻ പകുതി കാലയളവ്, ഒരു ഡിസംബർ ജനുവരി കാലയളവ് വരെ കമ്പ്യൂട്ടർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയും അതിനുശേഷം ഇവിടെ നേരെ കൊച്ചിക്ക് പോവുകയാണ്. ജനുവരി ആ സമയങ്ങളിലാണ് പോണത്. അപ്പൊ അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പരിതാപകരം തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് അത് അപ്പോൾ അത്രയും തീവ്രതയോടെ ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് സത്യം. കാരണം നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ജോലി ചെയ്തിരുന്ന ചെറിയ രീതിയിലുള്ള നാട്ടിലോരോ ജോലികളൊക്കെ ചെയ്തിരുന്നെങ്കിലും പുറത്ത് പോയിട്ടുള്ള എക്സ്പീരിയൻസ് മറ്റും കമ്മി ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പോയിരുന്നു. ഇത് തന്നെയാണ് ലോകം എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ പിടിച്ചു നിന്നു തന്നെ സത്യത്തിൽ പറയാം. ഒരു 3 മാസം കാലയളവോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ പോകുന്നു. ആദ്യം നമുക്കൊരു സെക്ഷൻ ആയിരിക്കും, എന്ന് വെച്ചാൽ മോട്ടിവേഷൻ സെക്ഷനാണ്. രാവിലെ കുറെ ഓഫീസേഴ്സ് വരും, മാർക്കറ്റിങ്ങിന്റെ ഓഫീസേഴ്സ് വരും. നമുക്ക് കുറെ മോട്ടിവേഷനൊക്കെ തരും, കുറെ കാര്യങ്ങൾ. നമ്മൾ സിനിമയിലൊക്കെ അല്ലേ, ട്രാൻസ് സിനിമയിലൊക്കെ അതേപോലെ തപ്പോട്ടിയിട്ട് ചാടുകയൊക്കെ ചെയ്യും. അത്തരത്തിൽ നമ്മൾ അങ്ങനെ വാമാക്കി പവറാക്കി വെക്കും. നമുക്ക് അവിടെ നിൽക്കുമ്പോൾ ഒരിക്കലും തോന്നില്ല നമ്മൾ ഇങ്ങനെയൊന്നും അല്ല, ഇങ്ങനെ നമ്മൾ ഒരു പ്രശ്നത്തിലാണെന്നൊന്നും നമുക്ക് തോന്നില്ല. കാരണം അത്തരത്തിൽ രീതിയിൽ അവർ നമ്മളൊരു അങ്ങനെയുള്ള പര്യാവരണമായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അപ്പൊ അതിനുശേഷം നമ്മൾ രാവിലെ മീറ്റിംഗ് കഴിയുന്നു. അതിനുശേഷം നമ്മൾ 9 മണി to 9 മണിയാണ് വർക്ക്. നമ്മൾ ബാഗും തൂക്കി പോവും ഓരോ സ്ഥലങ്ങളിൽ, ഓരോ സൈറ്റിലായിട്ട്. ഇങ്ങനെ ഒരു ടീം ഉണ്ടാവും, ഒരു ടീമിന് ടീം ലീഡർ ഉണ്ടാവും, അതേപോലെ ട്രെയിനർ ഉണ്ടാവും, മെർച്ചൻഡൈസർ, ഇങ്ങനെ 3 ആളായിട്ട്, ഇങ്ങനെ 4 ആളായിട്ട് ഒരു ടീം അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോവും. കൂടുതലും ഞങ്ങൾ എറണാകുളം ആ ഭാഗത്ത് തന്നെയാണ് വർക്ക് ചെയ്തിരുന്നത്. അതേപോലെ ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം അവിടങ്ങളിലൊക്കെ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ സാധനങ്ങളൊക്കെ ഒരു സ്ഥലം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഏരിയ ഫുള്ള് നമ്മൾ വൈപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ ഓരോ വീട് കയറുക, ഓരോ കാര്യങ്ങൾ, ഓരോ നമ്മുടെ സാധനങ്ങൾ വിൽക്കുക, അത്ര തന്നെ ഉള്ളൂ. ആദ്യം മെർച്ചൻഡൈസർ, ട്രെയിനർ, ടീം ലീഡർ, ഇങ്ങനെയാണ് അതിന്റെ സ്റ്റെപ്പുകൾ പോണത്. ഞാൻ സെയിൽസിലൊക്കെ പരിചയമുള്ള ആളായത് കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ബിസിനസ് സ്റ്റെപ്സ് ഒക്കെ പഠിച്ചെടുക്കാനും
പെട്ടെന്ന് മെർച്ചൻഡൈസർക്ക് പ്രൊമോഷൻ കിട്ടാനും കഴിഞ്ഞു. ഒരാഴ്ച 1.5 കൊണ്ടൊക്കെ ഞാൻ സ്റ്റെപ്സൊക്കെ പഠിച്ചു. നമ്മൾ പ്രൊമോഷനൊക്കെ കിട്ടി, അങ്ങനെ സെറ്റപ്പായി. അപ്പോൾ എനിക്ക് അത്യാവശ്യം സെയിലൊക്കെ ഉണ്ടായിരുന്നു. വെച്ചാൽ നമുക്കൊരു ബിസിനസ് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ നമ്മളത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരാൾക്കായാലും ഏത് മാർക്കറ്റിംഗ് ആയാലും തന്നെയാണ് ചെയ്യുന്നത്. നമ്മളൊരു സ്റ്റെപ്സ് ഉണ്ട്, ആ സ്റ്റെപ്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 5 സ്റ്റെപ്സ് ആണ് പറയുക. അത് ഗ്ലോബലി ഉള്ള ഒരു സംഭവമാണ്. നമ്മളത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇത് വരും, കുറച്ച് നേരം ഒരു ആങ്സൈറ്റി വരും. എൻ്റെ അടുത്ത് എന്തുണ്ട്, വാങ്ങി നോക്കാം, അങ്ങനെ ഒരു തോന്നൽ വരും. ആ തോന്നലിൽ നമ്മൾ വാങ്ങിപ്പിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ കരുതും, അയ്യോ ഞാൻ ഇപ്പം എന്തിനാ വാങ്ങി, ഇതിപ്പോൾ ആവശ്യം ഉണ്ടാകുന്നല്ലോ, അങ്ങനെ തോന്നും. ഓക്കെ, അത് തന്നെയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഒരുപാട് നല്ല രീതിയിൽ ഒരുപാട് വർക്ക് ചെയ്തു. പെട്ടെന്ന് ഞങ്ങൾക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയെന്ന് വെച്ചാൽ നമുക്ക് പ്രോഫിറ്റ് ഒന്നും ഇല്ല, കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ട്. നല്ല സെയിൽസ് എനിക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോയി ഞാൻ മെർച്ചൻഡൈസർ കഴിഞ്ഞു. ട്രെയിനിലേക്കൊക്കെ എത്താനുള്ള ഒരു സെറ്റപ്പിലേക്ക് ഒരു 2 മാസം കൊണ്ടൊക്കെ ഞാൻ എത്തി. എന്ന് വെച്ചാൽ ബിസിനസ് സ്റ്റെപ്സ് ഒക്കെ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഒരു 9 മണി to 9 മണിയാകുമ്പോൾ വർക്ക് നമ്മൾ ഇങ്ങനെ നടക്കുക. അപ്പോഴും എനിക്ക് കാലിൻ്റെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ രാവിലെ ഞാൻ പട്ടീസ് ചുറ്റിയിട്ട് ഇങ്ങനെ നടക്കും. ഇതിപ്പോൾ അസിസ്റ്റന്റ് മാനേജർ ആണല്ലോ, വീട്ടിലേക്ക് പോരാനും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഇവിടുന്നൊക്കെ നല്ല യാത്രയപ്പൊക്കെ ആയിട്ടാണ് വിട്ടത്. ഇനിയിപ്പോൾ എങ്ങനെ ഇപ്പോൾ വീട്ടിലേക്ക് പോയത്, ട്രെയിനിങ് പീരീഡ് ആണെന്നാണ് അവർ പറഞ്ഞത്. ഒരു 6 മാസക്കാലം ട്രെയിനിങ് പീരീഡ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ പോയി രക്ഷപ്പെടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. രാവിലെ പോയി ഇങ്ങനെ നടക്കും, കുറേ സാധനങ്ങൾ വിൽക്കും. എന്താ നടക്കണമെന്ന് എനിക്കും മനസ്സിലായിരുന്നില്ല. പിന്നെ ഫുഡൊന്നും കാര്യമായിട്ട് കിട്ടുമൊന്നുമില്ല. ഒരു പൊറോട്ട തന്നെയാണ് മെയിൻ. എന്ന് വെച്ചാൽ ഞങ്ങൾ സ്ഥിരം വൈകുന്നേരം പോകുന്ന സ്പോട്ട് ഉണ്ട്. അതേപോലെ രാവിലെ സാറിൻ്റെ ഒക്കെ ഒപ്പം പോയി ഇഡ്ഡലിയൊക്കെ കിട്ടും. പിന്നെ ചോറൊക്കെ വിരളായിരുന്നു. കൂടുതലും പെരുമ്പാവൂർ ആ സൈഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കൂടുതലും ബംഗാളീസൊക്കെയാണ്. നമ്മുടെ കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ എത്രത്തോളം ഉണ്ട്, അതിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പെരുമ്പാവൂർ മാത്രം പോയാൽ മതി. അവിടെ മുഴുവൻ നമ്മളാണ് അവിടെ അതിഥികൾ. അത്രയും ഒരു കൂടുതൽ വിഭാഗം ഫുള്ള് നമ്മുടെ ബംഗാളീസും മറ്റുമാണ്. അവരുടെ കടകളും അവർ ചോറൊക്കെ വിളമ്പുന്ന രീതിയുണ്ട്. ചോറ് ഇങ്ങനെ ഇട്ടും, അതേപോലെ ഒരു കറി ഒറ്റ ഒഴിക്കില്ല. ആകെ ഒരു വൃത്തിയായിട്ടൊരു അന്തരീക്ഷമാണ് അവിടെ ഫുള്ള്. നമുക്ക് വേറെ ഓപ്ഷനും ഇല്ല, നല്ല ഓപ്ഷൻസ് ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല. അപ്പം അങ്ങനെ ഇടയ്ക്കൊക്കെ അങ്ങനെ ചോറൊക്കെ കിട്ടും. തടിയൊക്കെ കമ്മിയായി, നല്ല തടിച്ചിട്ടൊക്കെ പോയ ആളാ. പിന്നെ അവിടേക്ക് വരുമ്പോഴേക്കും കോലായിരുന്നു. അപ്പം അങ്ങനെ പോയി. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ട്രിപ്പ് പോകും. എന്ന് വെച്ചാൽ ഒരാഴ്ചയിലൊക്കെ ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട അവിടെയൊക്കെ പോയിട്ടുണ്ട്. നമ്മളൊരു ഒരാഴ്ച അവിടെ നിൽക്കുള്ളൂ. പിന്നെ അവിടെ ഡിപ്പോയിൽ KSRTC ഡിപ്പോയിലാണ് താമസിക്കുകയൊക്കെ ചെയ്യുക. അവിടെയും അത്ര നല്ല വൃത്തിയുള്ള കണ്ടീഷനും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. എന്നാലും അവിടെ നിൽക്കും ഞങ്ങൾ. പരമാവധി പൈസ ചുരുക്കിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക, അതാണ് അവരുടെ പോളിസി. നമ്മുടെ കയ്യിൽ പെടും എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അവർ അഡ്ജസ്റ്റ് ആവും. കാരണം നമ്മളെ ഫുൾ ടൈം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടീം ലീഡർ ഉണ്ടാവും, അയാൾ ഇങ്ങനെ ഫുൾ ടൈം മോട്ടിവേഷൻ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ നമ്മൾ കമ്പനി പോയി കഴിഞ്ഞാൽ രാവിലെ നമുക്ക് മോട്ടിവേഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് തോന്നില്ല അങ്ങനെ ഒരു പ്രശ്നത്തിലാണ് ഞാനെന്ന് നമുക്കൊരു അവസ്ഥ നമുക്ക് അവിടെ തോന്നുന്നില്ല. അപ്പം അങ്ങനെ ആലപ്പുഴ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ടു. വരും പല ആൾക്കാരും അനുഭവങ്ങളും മോശപ്പെട്ട അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്കൊരു വീട്ടിൽ നിന്ന് എന്നെ പിടിച്ചു വയ്ക്കലും, അവിടെ നമ്മുടെ ബിസിനസ് സ്റ്റെപ്സ് ഒക്കെ പാളിപ്പോയി. ആള് കുറച്ച് വെള്ളമൊക്കെ അടിച്ചായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആയില്ല. അങ്ങനെ തന്നെ അവിടെ നിന്ന് പിടിച്ചു വയ്ക്കലും, എന്നിട്ട് അവരുടെ ഭാര്യയൊക്കെ വന്നിട്ട് വിടലൊക്കെ ഉണ്ടായി. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ അത്തരത്തിൽ പല ഓർമ്മകളും പല രീതിയിലുള്ള നല്ല ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് നല്ല ഉപദേശിക്കും, കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ മുഖം കണ്ടിട്ട് കുറേ പേര് സാധനം വാങ്ങില്ലേ, ആ കുട്ടി ഇതൊക്കെ ഏറ്റിക്കൊടുന്നല്ലേ വെച്ചിട്ട് അങ്ങനെ വാങ്ങിയ ആൾക്കാരുണ്ട്. എല്ലാം പല രീതിയിലുള്ള മിക്സഡ് ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ന് വെച്ചാൽ ഫോൺ ഉപയോഗിക്കാനൊന്നും കഴിഞ്ഞിരുന്നില്ല. ഫോൺ എന്ന് വെച്ചാൽ രാവിലെ എടുത്ത് വയ്ക്കും. പിന്നെ നമുക്ക് ഫോൺ ഉപയോഗിക്കാനുള്ള ഓപ്ഷൻസ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ നമുക്ക് വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ എന്താ പ്രശ്നം എന്ന്. വീട്ടിലേക്ക് വിളിക്കാനൊന്നും അധികം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നില്ല. പിന്നെ 10 മണിയാകുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നെ അതങ്ങനെ പോയി. പിന്നെ ഒരു വട്ടം ഞാൻ ഫാമിലിയിൽ ഫംഗ്ഷൻ വന്നിട്ട് തിരിച്ചു വരികയുണ്ടായത്. അപ്പോൾ വീട്ടുകാരൊക്കെ അറിഞ്ഞു അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ പ്രഷർ വന്നു, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരും പറഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് പോരുകയുണ്ടായത്. ഞാൻ ആലപ്പുഴയായിരുന്നു അപ്പോൾ വർക്ക് ചെയ്തിരുന്നത്. ആലപ്പുഴയ്ക്ക് പോയി അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങളാണ്, നീ പിടിച്ചു വെക്കാൻ പറ്റില്ല, ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു ഞെക്കി പഴിപ്പിച്ചാൽ പഴുക്കില്ലല്ലോ എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് ഞാൻ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഓടിപ്പോയി തന്നെ ചെയ്തു. സത്യത്തിൽ 2 മണിക്കാണ് ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് ഇവിടെ എത്തിയത്, എറണാകുളം എത്തിയത്. പിന്നെ അവിടെ നിന്ന് ഞാൻ നേരെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തന്നു. അപ്പോൾ ഞാനൊരു തീവണ്ടി കള്ളവണ്ടിയെ കയറിയത്. ടിക്കറ്റ് എടുക്കാനും സമയമില്ല, വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. പിന്നെ TTR അവിടെ നിന്ന് പിടിച്ചു. കണ്ടാ മാന്യനാണല്ലോ. അപ്പോൾ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ടിക്കറ്റ് എടുക്കൂട്ടോ എന്നൊക്കെ പറഞ്ഞു.
എന്നിട്ട് ഞാൻ അവിടെ ഷൊർണൂർ ഇറങ്ങി. പിന്നെ ടിക്കറ്റ് എടുക്കാനൊന്നുമില്ല, അവിടെ നിന്ന് ഇറങ്ങി അവിടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഒക്കെ എടുത്ത് അവിടെ കടന്നുറങ്ങി. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ തിരിച്ചു വരികയാണ് ഉണ്ടായത്. അങ്ങനെയാണ് അവിടുത്തെ ഒരു ജീവിതം. അതെന്താ വെച്ചാൽ പ്രശ്നം വെച്ചാൽ എനിക്ക് ഈ ലിഗ്മെന്റിന്റെ പ്രശ്നം അപ്പം ഉണ്ടായിരുന്നു. ആരത്തിപ്പോ പറയാൻ എന്ന് വെച്ചാൽ നടക്കാൻ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ ഒന്നും ആയിരുന്നില്ല കാല്. അപ്പൊ നമുക്ക് നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇത് ഫുൾ ടൈം നടത്തുമല്ലേ, അപ്പൊ അതിന്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാലും ഒരു 3 മാസക്കാലം വലിയൊരു 3 വർഷത്തെ ഒരു അനുഭവങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ആ 3 മാസക്കാലമാണ് ഞാൻ അവിടെ പിടിച്ചു നിന്ന് പിന്നെ തിരിച്ച് പോകുന്നത്. ഒന്നും ഉണ്ടാക്കിയൊന്നുമില്ല. എൻ്റെ കുറെ ഷർട്ടും ചെരുപ്പും ഒക്കെ അവിടെ പെട്ടു. ഞാൻ രാത്രി ഓടിപ്പോയത് ചെയ്ത്. പോരുമ്പോൾ അവരെന്തോ എൻ്റെ കയ്യിൽ തന്നു, ഞാൻ വാങ്ങിയതുമില്ല. എനിക്കൊന്നും വേണ്ട പറഞ്ഞു ഞാൻ പോന്നു. ഒന്നും ഉണ്ടാക്കിയില്ല 3 മാസക്കാലാണെന്ന് സത്യത്തിൽ പറയാം. ഒരുപാട് ഓടിയെന്ന് മാത്രം. അപ്പൊ എനിക്കതിൽ എന്താ പറയാനുള്ള വെച്ചാൽ നമ്മളൊരു ഇന്റർവ്യൂ കിട്ടിയത് ജോലിക്ക് പോവുകയാണ്. അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊന്നും ശരിയല്ലാത്ത രീതിയിലാണെങ്കിൽ നമ്മൾ ഒരിക്കലും അവിടെ പിടിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ നമ്മൾ വീട്ടുകാരാണെങ്കിലും ഒന്ന് അന്വേഷിക്കുക കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണോ അവിടെയുള്ള കാര്യങ്ങൾ നടക്കണതെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഒന്ന് അന്വേഷിക്കണതൊക്കെ നല്ലതായിരിക്കും. പല രീതിയിലുള്ള തട്ടിപ്പുകളും മറ്റും ഞങ്ങളെ അവിടെ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. നമ്മളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് പറയാനുള്ളത്. പിന്നെ അതിനുശേഷം ഞാൻ അവിടെ തിരിച്ചെത്തി, നാട്ടിലെത്തി. ഒരു മെയിലാണ് എത്തിയത് തോന്നുന്നു. യെസ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു പ്രതിസന്ധിയായി. അവിടുന്ന് പൈസയൊന്നും വാങ്ങിയില്ല വാശിക്കാണെങ്കിലും. പിന്നെ ആകെ പൈസ ഇല്ലാത്തൊരു അവസ്ഥ വരികയും പിന്നെ ഞാനൊരു ഷോപ്പിൽ കയറി. ഞാൻ മുന്നേ സെയിൽസിൽ ഒരു 5 വർഷത്തോളം എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഞാനൊരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പ്ലസ് ടു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം തന്നെ. പിന്നെ വീണ്ടും ഒരു ഷോപ്പ് കയറി. പിന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു അവസ്ഥ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ വന്നു. കാരണം ബി എ ഹിസ്റ്ററി ആയിരുന്നു ഞാൻ ഡിഗ്രി എടുത്തിരുന്നു. അതിനുശേഷം എന്ത് ചെയ്യണം എന്നറിയാതെ, ഇതൊന്നും ഇപ്പോൾ ഒരു ശാശ്വതമല്ല. അവിടെ പോയിട്ട് കുറെ തണ്ടി പിന്നെ അവിടെയും ഇവിടെയും കടയിൽ നിൽക്കണമൊന്നും ചെയ്യണില്ല. അപ്പൊ അങ്ങനെ ഞാൻ ഷോപ്പിൽ കയറി. അതിന്റെ കൂടെ തന്നെ നമ്മൾ 2023 TTCക്ക് ജോയിൻ ചെയ്യാണ്. ഇന്നും ഞാൻ ഇത്ര ഒരു കോൺഫിഡൻസിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും അതേപോലെ ഭാവിയിലോട്ട് നോക്കുമ്പോൾ എനിക്കൊരു ഉള്ളിൽ നിന്നൊരു കോൺഫിഡൻസ് വരില്ല. നമുക്ക് അത്തരത്തിലുള്ള ആത്മവിശ്വാസം നൽകാൻ ഞാൻ പഠിച്ചതിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു കോഴ്സാണ് TTC. അപ്പോൾ അതിപ്പോൾ നല്ല രീതിയിൽ കംപ്ലീറ്റ് ആയി 2025. ഇനിയിപ്പോൾ എൻ്റെ മുന്നിൽ എക്സാം മാത്രമേ ഉള്ളൂ. അവിടെ നിന്നാലും നമുക്ക് ഈ ACLന്റെ ബുദ്ധിമുട്ടുകളൊക്കെ അപ്പോഴും ഉണ്ടായിരുന്നു. നമുക്ക് സ്പോർട്സിലൊന്നും കാര്യമായിട്ട് ഇടപെടാനും കാര്യങ്ങളൊന്നും പറ്റും. നമുക്ക് എപ്പോഴും ഒരു പേടി ഉണ്ടായിരിക്കും. അപ്പോൾ പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ വാമപ്പ് മസ്റ്റാണ്. അതിനുശേഷം മാത്രം ഇറങ്ങുക. നമ്മുടെ മസിലൊക്കെ ഒരു വീക്കായിട്ട് ഇരിക്കുകയായിരിക്കും. നമ്മൾ സാധാരണ കാര്യങ്ങളിൽ നിന്നൊരു കൂടുതൽ ഒരു ആക്റ്റീവായ ഒരു പരിപാടിക്ക് ഇറങ്ങല്ലേ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊന്ന് വാമപ്പായിട്ട് സ്പെസിഫൈഡ് വാമപ്പുകളൊക്കെ ചെയ്തിട്ട് എപ്പോഴും സ്ട്രെങ്തൻ ചെയ്ത് വെക്കുക. അതേപോലെ ജിമ്മിൽ പോകും കാര്യങ്ങളൊക്കെ ഡെയിലി ചെയ്യുകയാണെന്ന് വെച്ചാൽ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ വരില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ഓപ്പറേഷന് കാത്ത് ഇരിക്കുകയാണ്. ഒരു 5-6 ദിവസം കൂടി കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യാൻ വെച്ചിട്ടാണ് പറഞ്ഞത്. സെൻഡ് ഓഫിന്റെ ഭാഗമായിട്ട് എനിക്കൊന്ന് കാല് തെന്നണ പ്രശ്നം ഉണ്ടായി. സ്റ്റേജിന്റെ മുകളിൽ തന്നെ ആയിരുന്നു. നമ്മൾ ബലൂൺ വെപ്പിക്കുന്നതിൻ്റെ ജസ്റ്റ് ഒന്ന് തെന്നി. അതിന്റെ ഭാഗമായിട്ട് പിന്നെ നീര് വന്നു. അപ്പൊ പിന്നെ ഡോക്ടർ പറഞ്ഞു ചെറുപ്പമല്ലേ, ഇനി വെച്ചോണ്ടിരിക്കേണ്ട, ഞങ്ങൾ ഈ നീരൊന്ന് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്ന് ജസ്റ്റ് ഓപ്പറേഷൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മളൊരു 5 ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. എനിക്കിപ്പോൾ ACLന് മാത്രമേ ഉള്ള പ്രശ്നമുള്ളത്. അത് കൂടാതെ നമുക്കൊരു 4ഓളം ലിഗ്മെന്റുകൾ, PCL, അതേപോലെ 2 സൈഡായിട്ട് 2 ലിഗ്മെന്റുകളും ഉണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം ACL ഇപ്പോൾ ഞാൻ ലാഗ് ആക്കിയോണ്ട് തന്നെ ഒരുപാട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് തോന്നുന്നു. ഞാൻ വേറെ MRI എടുത്തായിരുന്നു. അപ്പം മെനിസ്കസിനൊക്കെ ചെറുതായിട്ട് ഡാമേജ് ഒക്കെ ഉണ്ടെന്നൊക്കെ കണ്ടു. ഡാമേജ് അല്ല, അതിനൊരു ചെറിയൊരു ഗ്രേഡിന് വ്യത്യാസം കൊണ്ട് എന്ന് കണ്ടിട്ടുണ്ട്. നമുക്ക് അറിയില്ല. അപ്പം എന്തായാലും നമ്മളിപ്പോൾ അതോട് മുന്നോട്ട് പോവുകയാണ്. നിങ്ങളും ചെയ്യാൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ, ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ഡോക്ടർ പറയുണ്ടായി, ഡോക്ടേഴ്സിന്റെ ഇടയിൽ തന്നെ ACL പൊട്ടിയ ഒരുപാട് പേരുണ്ട്, പക്ഷെ ആരും കാര്യമാക്കുന്നില്ല. അതൊരു ശരിയാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇരുന്നിട്ടുള്ള ഡോക്ടേഴ്സിന്റെ ജോലിയൊക്കെ നമുക്കറിയില്ലേ, ഇരുന്നിട്ടുള്ള വലിയ ആക്റ്റീവ് ആയിട്ടുള്ള ജോലിയാണ്. അങ്ങനത്തെയൊക്കെയാണ് ഓക്കെയാണ്. അല്ലാത്ത പക്ഷെ നമുക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടുകൾ വരാനും പ്രശ്നങ്ങൾ ഉണ്ടാവാനും. അപ്പോൾ ആർക്കെങ്കിലും ACLന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് സോൾവ് ചെയ്ത് ഓപ്പറേഷനാണ് മാർഗമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്നതാണ് നല്ലത്. അല്ലാത്ത പക്ഷം ചെറിയ വലിവും പൊട്ടലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫിസിയോയിലൂടെയും റെഡിയാക്കാൻ കഴിയും. അപ്പൊ അതിനുള്ളൊരു ശാശ്വത പരിഹാരം എന്താണെന്ന് വെച്ചാൽ അത് കണ്ടെത്തി നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യായിരിക്കും ബെറ്റർ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. നമുക്കിത് വലിയ പ്രശ്നമാണോ വെച്ചാൽ വലിയ പ്രശ്നമല്ല, എന്നത് നമുക്കൊരു വലിയ പ്രശ്നം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നായിരിക്കും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കുക. പെട്ടെന്ന് നമ്മൾ ഓർക്കാപ്പുറത്തായിരിക്കും, നമ്മളെല്ലാം സ്റ്റെക്കായി പോവും. ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല. ഇപ്പൊ എനിക്ക് മെയിലാണ് എക്സാം വരുന്നത്. ആ എക്സാം മാത്രമേ എന്റെ മുന്നിലുള്ളൂ. ഇപ്പൊ പിന്നെ ജനിച്ച കുട്ടിയുടെ അവസ്ഥയായി. വേറെ
പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതൊന്നുമില്ല എന്ന് വെച്ചാൽ മെയ് 30 ഒരു എക്സാം ഉണ്ട്, മാത്രമേ ഉള്ളൂ. നമുക്ക് വേറെ കോഴ്സൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ദിവസം ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ ഞാൻ ഈ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ചെയ്യാന്നാണ് കരുതിയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ റിഹാബും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് തുടർന്ന് പോകണമെന്ന് കരുതുന്നുണ്ട്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് വേണം, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. താങ്ക് യു.